ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. ഒരു തെരുവിന്റെ കഥ. ഒരു തെരുവിന്റെ കഥയിൽ ഈ ആഴ്ച കോഴിക്കോട് നഗരത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ പ്രധാന പങ്കുവഹിച്ച ബാങ്കുകളുടെ ചരിത്രമാണ്. കൊൽക്കത്ത ആർക്കൈവിൽ സൂക്ഷിച്ചിട്ടുള്ള ആധികാരിക ബ്രിട്ടീഷ് രേഖകൾ അടിസ്ഥാനമാക്കി നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ ഷിനോയ് ജസിന്താണ്. മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ചരിത്ര ഗവേഷണ വിഭാഗം മേധാവിയായ അദ്ദേഹത്തിന്റെ വിവരണം കേൾക്കാം. നമ്മളിത് ഒരു ബാങ്കിൻ്റെ വളർച്ചയല്ല ഞാനിവിടെ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്, കോഴിക്കോട് നഗരത്തിൻ്റെ വളർച്ചയാണ്. കാരണം നഗരത്തിലേക്ക് വരുന്ന പണമിടപാടുകൾ ഞാൻ പറഞ്ഞില്ല 3 ജില്ലകളാണ്. മദ്രാസ് പ്രസിഡൻസിയിലെ കോയമ്പത്തൂർ ജില്ല, സൗത്ത് കാനറ, അതുപോലെ മലബാർ പോലുള്ള ജില്ലകളിലെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും കോഴിക്കോടേക്ക് ബ്രാഞ്ചിലേക്ക് വരിക എന്ന് പറയുമ്പോൾ തന്നെ സാമ്പത്തികമായിട്ട് എന്തുമാത്രം കാര്യങ്ങളായിരിക്കാം കോഴിക്കോട് ആ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ മുൻ സൂചിപ്പിച്ച ഗതാഗത സംവിധാനങ്ങളുടെ വരവ്. അത് റോഡ് ഗതാഗതം വളരെ വേഗത്തിൽ നീങ്ങുന്നു, കണക്ടിവിറ്റി കൂടുന്നു. പക്ഷേ ട്രെയിൻ ഗതാഗതം ആ കാലഘട്ടത്തിൽ മുൻ സൂചിപ്പിച്ചതുപോലെ ബേപ്പൂർ വന്ന് നിൽക്കുകയായിരുന്നു. ഒരു പക്ഷേ 1888 കോഴിക്കോടേക്ക് ഈ ട്രെയിൻ കടന്നു വരാണ്ട് തന്നെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇതും കൂടിയാണ്. കാരണം ഇങ്ങോട്ടേക്ക് ഗതാഗതം ആരംഭിക്കേണ്ടുന്ന ആവശ്യകത സൂചിപ്പിക്കുകയായിരുന്നു ആ കൊളോണിയൽ അധികാരികൾക്ക് ആ സമയത്തുണ്ടായിരുന്നത്. അതേസമയം ആദ്യം തുടങ്ങിയ കൊച്ചിയും ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് ബാങ്കുകളുടെ ഒരു ഈറ്റില്ലം എന്ന് പറയുന്ന മംഗലാപുരം പോലുള്ള സ്ഥലം, എല്ലാ ബാങ്കുകൾക്ക് ശാഖയുള്ള ഒരു പ്രധാനപ്പെട്ട നഗരമാണ് മാംഗ്ലൂർ എന്ന് പറയുന്നത്. ഇത് 2 ബി ഗ്രേഡ് ബ്രാഞ്ചസ് ആയിട്ടാണ് അവിടെ നിലനിന്നിരുന്നത്. അതായത് മെയിൻ ബ്രാഞ്ചിൻ്റെ സഹായത്തോടുകൂടി മാത്രം നിൽക്കുന്ന ഒരു ബ്രാഞ്ചുകളായിട്ടാണ് ഇത് രണ്ടുണ്ടായിരുന്നത്. ആ സമയം കോഴിക്കോട് ബ്രാഞ്ചിലെ സ്റ്റാഫിന്, പ്രത്യേകിച്ചിട്ട് തദ്ദേശീയരായിട്ടുള്ള ഒരുപാട് സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുന്നൊരു കാലഘട്ടം കൂടിയായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ സാലറികൾ പറയുന്നുണ്ട്, സാലറിയിൽ ഭയങ്കര ഹൈക്ക് ഉണ്ടാവുന്നതായിട്ട് പറയുന്നുണ്ട്. ഒരുപാട് നേറ്റീവ്സ് ഇവിടെ എംപ്ലോയ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഈ ഒരു കാലഘട്ടത്തിലെ ബാങ്കിൻ്റെ റെക്കോർഡുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് അന്ന് ബാങ്കിൻ്റെ മാനേജർ എന്ന് പറയുന്ന ഏജൻറ്റ്, അയാൾ എപ്പോഴും ഫോറിനർ ആയിരിക്കും. അത് നമുക്കറിയാലോ, ഇന്ത്യയിലെ എല്ലാ കാര്യത്തും ആ ഒരു കൊളോണിയൽ സെറ്റപ്പ് അവരെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ബാങ്കിൻ്റെ ഉയർന്ന പൊസിഷനിലുള്ള ഏജൻറ്റ് എപ്പോഴും ബ്രിട്ടീഷുകാരാണ്. അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന പൈസ 250 രൂപയാണ് മാസ ശമ്പളം എന്ന് പറയുന്നത്. എന്നാൽ അതിന് താഴേക്കുള്ള ആളുകളെല്ലാം നേറ്റീവ്സ് ആയിരുന്നു, സാധാരണക്കാരായ നമ്മുടെ ഇന്ത്യൻ അല്ലെങ്കിൽ കോഴിക്കോട്ടുകാരായിട്ടുള്ള വ്യക്തികളും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ സബ് അക്കൗണ്ടൻറ്റിന് ലഭിച്ചിരുന്നത് അന്ന് മാസ വരുമാനം എന്ന് പറഞ്ഞാൽ 80 രൂപയാണ്. അതുപോലെ ഷ്രോഫ് അല്ലെങ്കിൽ റൈറ്റർ എന്നൊക്കെ പറയുന്ന പോസ്റ്റുള്ള ആളുകൾക്ക് 70 രൂപയാണ്. ഇതായിരുന്നു കാലിക്കറ്റ് ബ്രാഞ്ചിലെ അന്നത്തെ ശമ്പളം എന്നാണ്. അപ്പോൾ ഇതിലും താഴ്ന്ന ശമ്പളമായിരുന്നു അതേസമയം ബി ഗ്രേഡ് ബ്രാഞ്ചിലുണ്ടായിരുന്ന ആളുകൾ വാങ്ങിച്ചിരുന്നത്. ഇങ്ങനെ 1877 ആകുമ്പോഴത്തേക്കും കാലിക്കറ്റ് ബ്രാഞ്ചിനൊരു ചെറിയ തിരിച്ചടി കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോഴിക്കോട് ബ്രാഞ്ചിൻ്റെ കീഴിലായിരുന്നു മലബാറിൻ്റെയും കന്നറേൻ്റെയും ഒക്കെ ഭാഗങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ കൊളോണിയൽ ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ നടക്കുന്ന ക്രയവിക്രയങ്ങൾ, അതായത് പണമിടപാടുകളൊക്കെ തന്നെ കൈകാര്യം ചെയ്തിരുന്നത് ഈ കോഴിക്കോട്ടായിരുന്നു. അപ്പോൾ തലശ്ശേരിയിൽ ഒരു സബ് ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇവിടെ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെയാണ് 1877 തലശ്ശേരിയിൽ ഒരു ബ്രാഞ്ച് തുടങ്ങുന്നത്. തലശ്ശേരിയിൽ ബ്രാഞ്ച് തുടങ്ങാൻ കാരണം എന്ന് വെച്ചാൽ കോഴിക്കോട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരത്തിലേറുന്നതിന് മുമ്പ് തന്നെ തലശ്ശേരിയിൽ വളരെ ശക്തമായിട്ട് അവർ വരുന്നുണ്ട്. അവിടെ കോട്ട, അതുപോലെ തന്നെ ഒരു തുറമുഖമായി വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇവരെന്ത് ചെയ്തു, നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണല്ലോ എന്ന് കരുതിക്കൊണ്ട്
അവിടെ ഒരു ബ്രാഞ്ചിനാണ്. അപ്പോൾ ഈ ബ്രാഞ്ച് തുടങ്ങുന്നതിനോട് കൂടിയിട്ടാണ് കാലിക്കറ്റിൻ്റെ ക്യാഷ് ബാലൻസിലും മറ്റേലൊക്കെ വലിയൊരു ഇടിവ് വരുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് ബ്രാഞ്ച് ബാങ്കിങ്ങിൽ. പക്ഷേ ഇത് കാലിക്കറ്റിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഇന്ത്യ മുഴുവനുള്ളൊരു കണക്കെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ടോട്ടൽ ഇൻകം ഇതും കാര്യങ്ങളും കാണിക്കുമ്പോൾ, ഇടപാടുകൾ കാണിക്കുമ്പം ഒരു ഡിക്ലൈനാണ് അവിടെ കാണിക്കാൻ പറ്റുന്നത്. കാരണം തലശ്ശേരിയിൽ ആ സമയം വന്നതോട് കൂടിയിട്ട് സാറ്റലൈറ്റ് പോർട്ടുകളായിട്ടുള്ള വടകര, അതുപോലെ അഴീക്കൽ, ഇത്തരം തുറമുഖങ്ങളുടെ ഒക്കെ ഇടപാടുകൾ മുഴുവൻ തലശ്ശേരിക്ക് മാറുകയാണ്. അപ്പോൾ ഇത് ഒരു വലിയ പ്രശ്നമായിട്ട് അവിടെ മാറുന്നുണ്ട്. പിന്നീട് നമുക്കറിയാം, യൂറോപ്യൻ സംരംഭകർ മാത്രമല്ല കോഴിക്കോടത്തെ ഇതിൽ വരുന്ന ആളുകൾ, ഇന്ത്യക്കാരായിട്ടുള്ള അവരുടെ ബിസിനസ് അക്കൗണ്ടുകളും ഒക്കെ തന്നെ കോഴിക്കോട് പ്രധാനപ്പെട്ട ബ്രാഞ്ചുകളിലായിട്ടുള്ള കോഴിക്കോടേക്ക് വരികയാണ്. അപ്പോൾ ഇതിങ്ങനെ തുടർന്ന് പോകുന്ന സമയത്ത് തന്നെ സമാന്തരമായിട്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ആളുകളും ഇത്തരം ബാങ്കുകൾ ആരംഭിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിലേറ്റവും പ്രശസ്തമായ, അല്ലെങ്കിൽ ഒരുപക്ഷെ എല്ലാവർക്കും ഇന്നും വളരെ പരിചിതമായിട്ടുള്ള ഒരു ബാങ്ക് എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് ലയിച്ചു ചേർന്ന നെടുങ്ങാടി ബാങ്കായിരുന്നു. അപ്പം നെടുങ്ങാടി ബാങ്ക് ആരാ തുടങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, കോഴിക്കോട്ടുകാർക്ക് വളരെ സുപരിചിതമാണ്. പ്രത്യേകിച്ച് നമ്മുടെ അന്നത്തെ കാലത്തെ മുനിസിപ്പൽ കൗൺസിലിൻ്റെ ചെയർമാൻ ആയിട്ടുണ്ടായിരുന്ന TM അപ്പു നെടുങ്ങാടി അവരുടേതായിരുന്നു. അപ്പം അദ്ദേഹം 1899 ഈ ബാങ്ക് തുടങ്ങുന്നത്. നമുക്കറിയാം 1887 വിദ്യാവിലാസം പ്രസ്സിൽ അച്ചടിച്ച പ്രശസ്തമായ നോവൽ കുന്തലത, അത് എഴുതിയ തലക്കൊടി മഠത്തിൽ അപ്പു നെടുങ്ങാടി, ഇതാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അദ്ദേഹത്തിൻ്റെ ഇതിലാണ് ഈ 1899 നെടുങ്ങാടി ബാങ്ക് ഓപ്പൺ ആവുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ 1934 അനുസരിച്ചിട്ട് പിന്നീട് 35 ഈ നെടുങ്ങാടി ബാങ്കിനെ ഷെഡ്യൂൾഡ് ബാങ്കിൻ്റെ ലിസ്റ്റിലേക്ക് പെടുത്തുന്നുണ്ട്. അത് 1935 പിന്നീട് തദ്ദേശീയമായിട്ട് ആരംഭിച്ച മറ്റൊരു ബാങ്ക് എന്ന് പറയുന്നത് 1912 ആരംഭിച്ച ദി അർബൻ ബാങ്ക് ഓഫ് കാലിക്കറ്റാണ്. അത് ഒരു കല്ലായിലുള്ള കാലിക്കറ്റ് ഫർണിച്ചർ കമ്പനിയുടെ ഉടമകളായിരുന്നു ഇതിൻ്റെ ഡയറക്ടർമാരായിട്ടുണ്ടായിരുന്നത്. അതുപോലെ പിന്നെ മറ്റൊരു ബാങ്ക് വരുന്നത് 1917-18 കാലഘട്ടത്തിൽ വന്ന ദ ഡിസ്ട്രിക്ട് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കാണ്. 1.14 ലക്ഷമായിരുന്നു 1929-30 കാലയളവിൽ ഇതിൻ്റെ ഷെയർ ക്യാപിറ്റലിന് മാത്രമല്ല 146 വ്യക്തിഗത അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു. 556ഓളം സൊസൈറ്റികൾ ഇതിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. അതുപോലെ തന്നെ 27 ലക്ഷത്തോളം സെക്യൂർഡ് ഡെപ്പോസിറ്റും അന്ന് ഈ ഡിസ്ട്രിക്ട് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിന് ഉണ്ടായിരുന്നു എന്നുള്ളത് രേഖകളിൽ നിന്ന് വ്യക്തമാണ്. ഇതോടൊപ്പം ചേർത്ത് വായിക്കണമെന്നാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ വളർച്ചയും. 1930 ആകുമ്പോഴേക്കും 630 അഫിലിയേറ്റഡ് കോപ്പറേറ്റീവ് സൊസൈറ്റികളാണെന്ന് നഗരത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കാണിക്കുന്നത് തന്നെ നമുക്ക് ചിന്തിച്ചാൽ മതി, ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നഗരം മാറുന്നതിൻ്റെ സൂചന ഏറ്റവും കൂടുതൽ നടക്കുന്നൊരു കാലഘട്ടം. അവിടെ ഈ ബാങ്കുകളുടെ വരവും കൂടി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരം ബാങ്കിങ് സംരംഭങ്ങളൊക്കെ എന്തുകൊണ്ട് കോഴിക്കോട്ട് ആരംഭിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് തദ്ദേശീയമായിട്ടുള്ള ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് സംരംഭകരായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ചിട്ട് പ്ലാന്റേഷൻസിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട ഓഫീസുകളെല്ലാം തന്നെ കോഴിക്കോട് ഉണ്ടായിരുന്നു. അതിൽ ആസ്പിൻ വാൾ ഉണ്ടായിരുന്നു, വാൾക്കോട്ട് ബ്രദേഴ്സ് ഉണ്ടായിരുന്നു, പാരി ആൻഡ് കമ്പനി ഉണ്ടായിരുന്നു, ഹാരിസൺ ആൻഡ് ക്രോസ്ഫീൽഡ്, പിയേഴ്സ് ലെസ്ലി, ഇങ്ങനെ ഇവരുടെയൊക്കെ തന്നെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി നടക്കുന്ന ടൗണായിരുന്നു കോഴിക്കോട് എന്നുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാം അക്കൗണ്ടും ഈ SBIൻ്റെ പൂർവ്വ രൂപമായിട്ടുള്ള ഇമ്പീരിയൽ ബാങ്കിന് ഉണ്ടായിരുന്നു. 1910 ഈ കറൻസി ഓഫീസ് ഇവിടെ നിർത്തലാക്കുന്നത്. ഈ കറൻസി ഓഫീസ് നിർത്തലാക്കി ഒരു കറൻസി ചെസ്റ്റ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഇവർ തുടങ്ങുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ബാങ്ക് എന്നുള്ളതിൻ്റെ കുറച്ചും കൂടി ഒരു എക്സ്പാൻഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം നിലവിലുള്ള സാഹചര്യത്തിൽ പ്രവർത്തിക്കാൻ ആവശ്യമായൊരു കെട്ടിടം ബാങ്കിനില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ചർച്ച അവിടെ വരുന്നത്. അതൊരു വാടക കെട്ടിടത്തിലാണ് ഇവർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സമയത്താണ് ബാങ്കിനെ കുറേ കൂടി വിപുലീകരിക്കാനും കോഴിക്കോട് ബാങ്കിനെ ഒന്നും കൂടെ ഗംഭീരമായിട്ട് ആരംഭിക്കാനുള്ളൊരു ശ്രമം ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതായിട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടാവുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്.
ഈ പശ്ചാത്തലത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് ഇന്ന് നമ്മൾ കാണുന്ന SBIയുടെ കെട്ടിടം, അതായത് ഇപ്പോൾ ഉള്ള പ്രധാന കെട്ടിടമല്ല, അതിൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാം ഒരു പഴയൊരു ബംഗ്ലാവ് പോലത്തെ ഒരു കെട്ടിടം ഉണ്ട്, അതിലേക്ക് ഇമ്പീരിയൽ ബാങ്ക് മാറുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വലിയ തർക്കങ്ങൾ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം ബാങ്കിൻ്റെ ആക്ടിവിറ്റി കൂടുമ്പോൾ അന്നത്തെ ഏജൻ്റായിട്ടുള്ള സ്ട്രനോക്ക് ഒരു പ്രപ്പോസൽ ഗവൺമെൻറ്റിന് കൊടുക്കുന്നുണ്ട്. ഇതൊരിക്കലും ഗവൺമെൻറ്റിൻ്റെ ബ്രാഞ്ച് അല്ല, ബാങ്ക് അല്ല, ഇത് ഒരു പ്രൈവറ്റ് ഇനീഷ്യേറ്റീവ് തന്നെയാണ് അപ്പോഴും. അപ്പോൾ ഇവർക്ക് ആവശ്യമായ സ്ഥലം ലഭ്യമാക്കണം. മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് ഇത് കൊണ്ടുപോവുകയാണെങ്കിൽ അവരുടെ ആക്ടിവിറ്റികളും കുറയാനുള്ള സാധ്യതയുണ്ട്. കാരണം തൊട്ടടുത്താണ് എല്ലാ പ്രധാനപ്പെട്ട ഓഫീസുകളും സ്ഥിതി ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ഹജൂർ കച്ചേരിയൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഇന്ന് ഉള്ള സ്ഥലത്ത് തന്നെ വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഉള്ളത് മുഴുവൻ മിഷണറി കോമ്പൗണ്ടുകളായിരുന്നു. 1942 വന്ന ബാസൽ മിഷൻ പള്ളി, അതുപോലെ അതിനോട് ചേർന്നിട്ടുള്ള പലതരം സ്ഥാപനങ്ങൾ, ഈ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ്റെ സ്ഥാപനങ്ങളൊക്കെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട്, ഈ ഒരു പ്ലോട്ടിൻ്റെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നുണ്ട്. സ്കൂളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും ഈ സ്ഥലത്ത് തന്നെ ഒന്ന് എക്വയർ ചെയ്ത് തരണം എന്നാണ് ഈ സ്ട്രനോക്ക് ആവശ്യപ്പെടുന്നത്. പക്ഷേ അന്നത്തെ ഒരു നിയമം അനുസരിച്ചിട്ട് ഈ പ്രൈവറ്റ് ഇനീഷ്യേറ്റീവിന് ഇങ്ങനെ ഇത് അനുവദിച്ച് കൊടുക്കുന്ന രീതികൾ ഉണ്ടായിരുന്നില്ല ഗവൺമെൻറ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറേ ചർച്ചകൾ നടക്കുകയും പിന്നീട് ഇവർ ഇതിൻ്റെ ഒരു രേഖകൾ ഹാജരാക്കണം. അതായത് അന്നത്തെ കലക്ട്രേറ്റിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട രേഖകളിൽ നിന്നും അന്നത്തെ മലബാർ കലക്ട്രേറ്റിലെ വുഡിന് സമർപ്പിക്കപ്പെട്ട ഈ നിവേദനത്തിൽ നിന്നും അന്നത്തെ ഒരു ക്ലർക്കായിട്ടുള്ള ഒരു ഹർട്ടിസിൻ്റെ രേഖയുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് അതിൽ കോഴിക്കോട് ഈ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന് വേണ്ടിയിട്ട് നിങ്ങളിതിന് മുമ്പ് സ്ഥലം എക്വയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് അവർക്കൊരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം, അതായത് അന്ന് പറയുന്ന കോളേജ് സ്ഥാപിക്കാനാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് പിന്നീട് ബാസൽ ജർമ്മൻ മിഷൻ കോളേജായിട്ട് BGM കോളേജായിട്ട് വരുന്നുണ്ട്, ഇന്നത്തെ ക്രിസ്ത്യൻ കോളേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കോളേജിന് വേണ്ടി സ്ഥലം എക്വയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ സമാനമായ രീതിയിൽ ബാങ്കിനും എക്വയർ ചെയ്ത് തരണം എന്നാണ് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഉടമയായിട്ടുള്ള, അതായത് ഈ കെട്ടിടവും ഈ സ്ഥലവും നിൽക്കുന്ന ഭൂമിയുടെ ഉടമയായിട്ടുള്ള കാര്യാടൻ കുട്ടിയാസൻ്റെ അടുത്തേക്ക് ബാങ്ക് ഈ ഡോക്യുമെൻറ്റ്സ് അയക്കുന്നതൊക്കെ ആയിട്ട് വായിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഡോക്യുമെൻറ്റ്സിൻ്റെ കോപ്പിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് ഈ സ്ഥലത്തിൻ്റെ പേര് തൈക്കണ്ടി പറമ്പ് എന്നാണ് പറയുന്നത്. തൈക്കണ്ടി പറമ്പിലേക്ക് പറമ്പിൻ്റെ രേഖകളും ഒക്കെ വെച്ചുകൊണ്ട് ഒടുക്കം അത് ബാങ്ക് മേടിക്കുകയാണ്. അങ്ങനെയാണ് ഈ സ്ഥലം വരുന്നതും ആ കെട്ടിടം പണിയുന്നതും ഇന്ന് നമ്മൾ കാണുന്ന കെട്ടിടത്തിലേക്ക് ഇത് വഴിമാറുന്നതും ഒക്കെ ഉണ്ടാവുന്നത്. 1955 കൂടിയിട്ട് അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആവുകയും ഇന്ന് നമ്മൾ പറയുന്ന കോഴിക്കോടത്തെ ഒരു പ്രധാനപ്പെട്ട ബാങ്കായിട്ട് അത് നിലനിൽക്കുകയും ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഈ സമാനമായ കാലഘട്ടത്തിൽ തന്നെയാണ് പിന്നീട് മറ്റ് ദേശസാൽകൃത ബാങ്കുകളും കോഴിക്കോടേക്ക് വരുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും കോഴിക്കോടത്തെ കച്ചവടത്തിന് ഏൽക്കുന്ന ചില മങ്ങലുകളൊക്കെ തന്നെ വ്യാപിക്കുന്നതിൽ നിന്നും കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. കാരണം അപ്പോഴേക്കും ട്രേഡിംഗ് ആക്ടിവിറ്റി തിരിച്ച് കൊച്ചിയിലേക്കും മംഗലാപുരത്തേക്കൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് കോഴിക്കോടിൻ്റെ ആദ്യകാല ബാങ്കിങ് സംവിധാനങ്ങൾ ആരംഭിക്കുന്നത്. പിന്നീട് പണമിടപാട് സ്ഥാപനങ്ങൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ചിട്ട് നമ്മുടെ വാണിജ്യപരമായിട്ടുള്ള രജിസ്റ്റേർഡ് സൊസൈറ്റികളൊക്കെ വരുന്നു. അതുപോലെ മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് പോലുള്ള ഓർഗനൈസേഷൻസൊക്കെ വരുന്നു. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങളൊക്കെ വരുന്നതിനനുസരിച്ചിട്ട് ഈ ബാങ്കിങ്ങിൻ്റെ സ്വഭാവം മാറുകയും പ്രൈവറ്റ് ബാങ്കുകൾ, ദേശസാൽകൃത ബാങ്കുകളെല്ലാം തന്നെ നഗരത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. കോഴിക്കോട് നഗരത്തിലെ ബാങ്കുകളുടെ ചരിത്രം അവസാനിച്ചു. അവതരണം ഡോക്ടർ ഷിനോയ് ജസിന്ത്. നിർവഹണ സഹായം നിമൽ MN. ഒരു തെരുവിന്റെ കഥ. ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ.